കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് ആയുർവേദ ആഹാരം എന്താണെന്നും ആയുർവേദ ആഹാര നിർമ്മാണത്തിന് ഫുഡ് സേഫ്റ്റി ലൈസൻസ് എങ്ങനെയാണ് നേടേണ്ടതുമെന്നെല്ലാം കൃത്യമായി പറഞ്ഞു. ഇനി ആയുർവേദ ആഹാരം നിർമ്മിക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഫുഡ് അഡിറ്റീവ്സുകൾ ചേർക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നത്. ഫുഡ് അഡിറ്റീവ്സുകൾ പൊതുവെ നാച്ചുറൽ ഫുഡ് അഡിറ്റീവ്സ് ഉണ്ട്, അതുപോലെ സിന്തറ്റിക് ഫുഡ് അഡിറ്റീവ്സ് ഉണ്ട്. എന്നാൽ ആയുർവേദ ആഹാരത്തിൽ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഫുഡ് അഡിറ്റീവ്സുകൾ പൊതുവെ അലൗഡ് അല്ല. നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് അഡിറ്റീവ്സുകളാണ് ആയുർവേദ ആഹാരത്തിൽ ചേർക്കാൻ അനുമതിയുള്ളത്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആയുർവേദ ആഹാര റെഗുലേഷന്റെ ഷെഡ്യൂൾ സിയിൽ കൃത്യമായിട്ട് ഏതൊക്കെ ഫുഡ് അഡിറ്റീവ്സ് എത്ര അളവിൽ വരെ ചേർക്കാമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആദ്യമായിട്ട് സ്വീറ്റനിങ് ഏജന്റുകളായിട്ട് ഏതൊക്കെ ഫുഡ് അഡിറ്റീവ്സുകൾ ചേർക്കാമെന്ന് നോക്കാം. ഹണി, ജാഗരി, ഡേറ്റ് സിറപ്പ് എന്നിവ GMP ലെവലിൽ സ്വീറ്റനിങ് ഏജന്റ് ആയിട്ട് ആയുർവേദ ആഹാരത്തിലേക്ക് ചേർക്കാവുന്നതാണ്. GMP ലെവൽ എന്ന് പറഞ്ഞാൽ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്, അതായത് എത്രയാണോ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ആ ആവശ്യമായ അളവിൽ മാത്രം ചേർക്കുക എന്നുള്ളതാണ് GMP ലെവലിൽ ചേർക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വീറ്റനിങ് ഏജന്റ് ആയിട്ട് ചേർക്കുന്ന മറ്റൊന്നാണ് മൊളാസസ്. മൊളാസസ് GMP ലെവലിലല്ല പറയുന്നത്, അത് 5% മാത്രമേ ചേർക്കാൻ അനുമതിയുള്ളൂ. അതായത് 100 ഗ്രാമിലേക്ക് 5 ഗ്രാം എന്ന രീതിയിൽ 5% എന്ന അളവിൽ മാത്രമേ പരമാവധി ചേർക്കാൻ അനുമതിയുള്ളൂ. ഇനി ആയുർവേദ ആഹാരങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി പ്രിസർവേറ്റീവ്സ് ആയിട്ട് എന്തെങ്കിലും ചേർക്കാൻ അനുമതിയുണ്ടോ? പ്രിസർവേറ്റീവ് ആയിട്ട് ചേർക്കാൻ അനുമതിയുള്ളത് ഒന്നാണ് ഡിസ്റ്റിൽഡ് ഓയിൽസ് ഓഫ് സ്പൈസസ്. സ്പൈസസിന്റെ ഡിസ്റ്റിൽഡ് ഓയിൽസ് മാത്രമാണ് ഇത്തരത്തിൽ പ്രിസർവേറ്റീവ് ആയിട്ട് ചേർക്കാൻ അനുമതിയുള്ളത്. അത് തന്നെ 2% എന്ന രീതിയിൽ മാത്രമേ ചേർക്കാൻ അനുമതിയുള്ളൂ. അത് തന്നെ പരമാവധി 2% മാത്രമേ ചേർക്കാൻ അനുമതിയുള്ളൂ. അതായത് 100 ഗ്രാമിലേക്ക് പരമാവധി 2 ഗ്രാം എന്ന രീതിയിൽ മാത്രമേ ഇത് ചേർക്കാൻ അനുമതിയുള്ളൂ. ഇനി ആയുർവേദ ആഹാരത്തിന് നല്ല കളറുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ കളറിംഗ് ഏജന്റുകൾ ചേർക്കാമെന്ന് നോക്കാം. സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഫുഡ് കളറും ഇത്തരത്തിൽ ആയുർവേദ ആഹാരത്തിലേക്ക് ചേർക്കാൻ അനുമതിയില്ല. നാച്ചുറൽ കളേഴ്സ് മാത്രമാണ് ചേർക്കാൻ അനുമതിയുള്ളത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾ അല്ലെങ്കിൽ ടെർമറിക്, അതുപോലെ ടെർമറിക്കിന്റെ എക്സ്ട്രാക്ട് ആയ കുർക്കുമിൻ, ഇവ രണ്ടും GMP ലെവലിൽ ചേർക്കാവുന്നതാണ്. ഇനി മുളക് അല്ലെങ്കിൽ പാപ്രിക്ക, അതുപോലെ പാപ്രിക്ക എക്സ്ട്രാക്ട്, അതുപോലെ പാപ്രിക്ക ഒലിയോറസിൻ, ഇവയും GMP ലെവലിൽ കളറിംഗ് ഏജന്റ് ആയിട്ട് ചേർക്കാവുന്നതാണ്. അതുപോലെ ആന്തോസയാനിൻ, അതുപോലെ കരാമൽ പ്ലെയിൻ, ഇവയും GMP ലെവലിൽ കളറിംഗ് ഏജന്റ് ആയിട്ട് ചേർക്കാവുന്നതാണ്. ഇനി കളേർഡ് വെജിറ്റബിൾസിന്റെ അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ ഒക്കെ കോൺസെൻട്രേറ്റഡ് വാട്ടർ എക്സ്ട്രാക്റ്റുകൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് റെഗുലേഷൻസിൽ അനുവദനീയമായ കളേർഡ് ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും കോൺസെൻട്രേറ്റഡ് വാട്ടർ എക്സ്ട്രാക്റ്റുകളും GMP ലെവലിൽ കളറിംഗ് ഏജന്റ് ആയിട്ട് ചേർക്കാം. മറ്റൊന്ന് ക്ലോറോഫിൽ പിഗ്മെന്റ്, അത് ക്ലോറോഫിൽ A അല്ലെങ്കിൽ ക്ലോറോഫിൽ B, ഇവ രണ്ടും 1 കിലോഗ്രാമിലേക്ക് പരമാവധി 100 മില്ലിഗ്രാം എന്ന രീതിയിൽ മാത്രം ചേർക്കാൻ അനുമതിയുണ്ട്. മറ്റൊന്നാണ് അനറ്റോ എക്സ്ട്രാക്ട്, അത് ബിക്സിൻ ബേസ്ഡുമുണ്ട്, നോർബിക്സിൻ ബേസ്ഡുമുണ്ട്. ഇവ രണ്ടും ചേർക്കാൻ അനുമതിയുണ്ട്. പക്ഷേ ബിക്സിൻ ബേസ്ഡ് അനറ്റോ എക്സ്ട്രാക്ട് 50 മില്ലിഗ്രാം പെർ കിലോഗ്രാം എന്ന രീതിയിലും നോർബിക്സിൻ ബേസ്ഡ് അനറ്റോ എക്സ്ട്രാക്ട്